വെൽക്കം ബാക്ക് ആഫ്റ്റർ എ ലോങ് ടൈം. കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഈ ചാനലിൽ. അപ്പം എന്ത് വീഡിയോ ഇടണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം എലൈറ്റ് മോഷൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ട് കാണണം. എലൈറ്റ് മോഷൻ 4.0 എന്ന് പറയുന്ന പുതിയൊരു വേർഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നാണ് ഇൻസ്റ്റാൾ ചെയ്തത്. എനിക്ക് യൂഷ്വലി അടിപൊളിയായിട്ട് തോന്നി. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ എലൈറ്റ് മോഷൻ ആപ്പ് ഓപ്പൺ ചെയ്യാൻ നോക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു റേഷ്യോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 1:1 റേഷ്യോ സെലക്ട് ചെയ്യാം. 1080 60 ഫ്രെയിം. കളറൊക്കെ പുതിയ കളറൊക്കെ വന്നിട്ടുണ്ട്. ഗ്രീൻ ബ്ലൂ ഒക്കെ വന്നിട്ടുണ്ട്. ഗ്രീനും ബ്ലൂ ആണെന്ന് തോന്നുന്നു പുതിയത് രണ്ടെണ്ണം. ലൈറ്റ് ഗ്രേ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഗ്രീനും ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നേരെ ബ്ലാക്ക് എടുക്കാം. ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമുക്ക് മൾട്ടിപ്പിൾ മീഡിയ ആയിട്ട് കുറേ ഇമേജസ് ഒക്കെ സെലക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ എന്ന് പറയുമ്പം ഒരു ഇമേജ് വെച്ചല്ല സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം മൾട്ടിപ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അത് എനിക്ക് നല്ലൊരു ഫീച്ചറായിട്ടാണ് തോന്നിയത്. കാര്യം നമുക്ക് എളുപ്പം സംഗതി കാര്യമൊക്കെ എളുപ്പത്തിൽ നടക്കും. ഇല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം എടുക്കും. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് സംഭവം, മൾട്ടിപ്പിൾ മീഡിയ. അപ്പം നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. 2 ഇമേജ് സെലക്ട് ചെയ്ത് പിടിക്കുക. എന്നിട്ട് മുകളിലത്തെ 2 ഐക്കൺ കണ്ടില്ല, നമ്മൾ നേരത്തെ മാസ്കിംഗ് ഒക്കെ ചെയ്യത്തില്ല, അതേപോലെ തന്നെയുള്ള സംഭവമാണ്. 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഏറ്റവും മുകളിലത്തെ അറ്റത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഡറായിട്ട്, അതായത് ഒരെണ്ണം കഴിഞ്ഞ് രണ്ടാമത്തെ അടുത്ത 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്ത 2ാമത്തെ സെക്കൻഡിലായിരിക്കും അടുത്ത ഇമേജ് വന്ന് ഇമ്പോർട്ട് ആവുന്നത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം മാസ്കിങ് ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ ഒരു മോഡലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇമേജിൻ്റെ മുകളിൽ മറ്റൊരു ഇമേജ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 2 ഇല്ലെങ്കിൽ 3 ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പം ഈ ഒരു മോഡൽ വരും. അടിപൊളി ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു പാൻ സൂമിങ് എന്നാണ് പറയുന്നത്. പാനല്ല, പിഞ്ച് സൂമിങ്ങോ അങ്ങനെയുള്ള സംഭവമാണ്. അത് നമ്മളെ 2 വിരൽ വെച്ച് മുന്നോട്ടും പുറകോട്ടൊക്കെ ചെയ്യുക, സൂമിൻ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഇഫക്ട്സിൽ പുതിയതായിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പിന്നെ റാസ്റ്റർ ട്രാൻസ്ഫോം എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് മറ്റേ പൾസ് സൈസ് പോലത്തെ സംഭവം ഉണ്ടാവും. ഇതിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. റാസ്റ്റർ ട്രാൻസ്ഫോമിൽ തന്നെ ഗോസ്റ്റ് പോപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മൾ നേരത്തെ മറ്റേ ഒരു ലെയറിൻ്റെ ഒരു ഇമേജിൻ്റെ മുകളിൽ മറ്റൊരു ഇമേജ് വെച്ചിട്ട് നമ്മൾ മറ്റേ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി വെച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഗോസ്റ്റ് ഇഫക്റ്റ്. അതിപ്പോൾ ഒരു ഒറ്റ ഇഫക്റ്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു നല്ലൊരു ഫീച്ചറായിട്ടാണ് തോന്നിയത്. എന്തായാലും അടിപൊളി സംഭവമാണ്. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ എഫക്ട്സിലൊക്കെ ഇങ്ങനെ ഇഫക്റ്റായിട്ടാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. ലൈറ്റ് മോഷനിൽ ഇപ്പോഴാണല്ലോ ഇഫക്റ്റായിട്ട് വന്നത്. പിന്നെ അടുത്ത ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ പാരൻറ്റിങ് ഹെൽപ്പർ എന്ന് പറയുന്നു. ഇതെന്താ സംഭവം എന്ന് എനിക്കിതിന് മനസ്സിലായിട്ടില്ല. എന്ത് തേങ്ങയാണത്. പിന്നെ ഒരെണ്ണം എന്ന് പറയുമ്പോൾ ഇതാണ് സ്കെയിൽ അസിസ്റ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് കണ്ടില്ലേ, ഇത് നമ്മൾ നേരത്തെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് തന്നെ സെയിം സാധനം തന്നെ സൂമിങ്ങിൻ്റെ ഓപ്ഷനിൽ ചെയ്തില്ലേ, സെയിം സാധനം തന്നെ ഇപ്പോൾ ഇഫക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ വ്യത്യാസം.
പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വെക്ടർ ഡ്രോയിങ് ചെയ്യത്തില്ലേ, വെക്ടർ ഡ്രോയിങ്ങിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതേ സംഭവം തന്നെ നമുക്ക് ഈ പിഞ്ച് സൂമിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സൂം ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പാൻ ആൻഡ് സൂം എന്നാണ് പറയുന്നത്, അങ്ങനെ എന്താണ് പറയുന്നത്, പിഞ്ച് സൂമിങ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പം വെക്ടർ ഡ്രോയിങ്ങിലേക്ക് ഈസി ആയിട്ട് പറ്റും. മീൻസ് കറക്റ്റായിട്ട് നമുക്ക് മാസ്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നേരത്തെ നമ്മൾ സൂം ചെയ്യാതെ ഒരുപാട് കിടന്ന് പാടുപെടും, അതിൻ്റെ അത്രയും ആവശ്യമില്ലല്ലോ. ഇതും നല്ലൊരു ഓപ്ഷനായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, അടുത്തതെന്ന് പറയാൻ നേരത്ത് ഇമേജ് ഫുള്ള് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഒരു ടെക്സ്റ്റ് അടിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ അടിക്കുന്നു. നമുക്ക് നല്ല ഫോണ്ടൊക്കെ കൊടുക്കുക, നമ്മുടെ പേരല്ലേ. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടെ എടുക്കുക, രണ്ടും കൂടെ എടുക്കാം. അപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഓബ്ജക്ട്സ് എടുത്തിട്ട് ക്യാമറ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഒരു ക്യാമറയുടെ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അല്ല, ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നല്ലേ. എന്തായാലും ക്യാമറയുടെ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ക്യാമറയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്യാമറ ഓപ്ഷൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അല്ല, ഈ സൈഡിലത്തെ ഈ ഐക്കൺ കണ്ടോ, ഈ റൈറ്റ് സൈഡിലെ ഏറ്റവും അറ്റത്തെ ഐക്കൺ, ഒരു പ്രിവ്യൂ പോലത്തെ ഒരു സിമ്പിളൊക്കെയാണ്. അല്ല, നമ്മൾ ക്യാമറ ഇനേബിൾ ചെയ്യുക. എന്നിട്ട് ക്യാമറ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് 3 ടൈംസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്കെയില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടില്ലേ. ഇങ്ങനെ നമ്മൾ താഴത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് മേളിലോട്ട് പോകും, മേളിലോട്ട് എടുത്താൽ താഴത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ക്യാമറ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, അടിപൊളിയാണ്. ഇത് നമുക്ക് അല്ല, ആ ഒരു ഒറ്റ ഓപ്ഷൻ നമ്മൾ മാസ്കും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ആ ഒരു ഒറ്റ ഓപ്ഷൻ അവിടെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കാൻ നേരത്ത് സൂമിനൊക്കെ ആവും. പിന്നെ ഫോക്കസ് ബ്ലർ ചെയ്യാൻ പറ്റും നമുക്ക്, കണ്ടില്ലേ. ബ്ലറൊക്കെ ഇച്ചിരി അടിപൊളിയായിട്ടുണ്ട് സംഭവം. കൊള്ളാം. ഈ ക്യാമറയുടെ ഇത് നമുക്ക് മറ്റേ AMV ടൈപ്പോഗ്രഫി ഒക്കെ ഉണ്ടല്ലോ, ടൈപ്പോഗ്രഫി എഡിറ്റിങ്ങിലൊക്കെ ഇത് അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതെന്താണ് ഫോഗ്, ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല. എന്താണ് സംഭവം, ഫോഗാണത്. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ക്യാമറയുടെ ഈ ഓപ്ഷൻ. കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ കണ്ടില്ലേ, ഒരു ഇതിലാണ് ചെയ്യാവുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഗൈസ്, അതുമാത്രമല്ല, നമുക്കിത് കണ്ടില്ലേ, നമുക്ക് നേരത്തെ ഈ സെറ്റിങ്സിൻ്റെ ഇവിടെ ആയിട്ട് ഈ കളറ് മാത്രം ചേഞ്ച് ചെയ്യാനുള്ള കളറും പിന്നെ ഈ FPS ചേഞ്ച് ചെയ്യാനുള്ള, അതായത് ഫ്രെയിം റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളായിരുന്നു. ഇപ്പോഴത്തെ ആ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ പുതിയത് വന്നിട്ടുണ്ട് അല്ലേ. 4:3, 1:3 എല്ലാ റേഷ്യോയും കിട്ടും. ഇവിടെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. നേരത്തെ നമ്മൾ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്തെങ്കിൽ അത് ചെയ്ത് ബാക്ക് അടിച്ച് പോയിട്ട് വേറെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത സാധനം അതിൽ നമുക്ക് ആ റേഷ്യോ ഇഷ്ടപ്പെട്ടില്ല, ഇല്ലെങ്കിൽ ആ റേഷ്യോയിൽ ക്ലാരിറ്റി പോകുന്നെങ്കിൽ അത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട് ഈ ലെയറിൽ ഈ പ്രോജക്റ്റിൽ കൊണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു പ്രശ്നം ഇതിനകത്തില്ല. ഇതിനകത്തൊന്നും തന്നെ നമുക്ക് റേഷ്യോയും കാര്യങ്ങളും എല്ലാം ഒറ്റ പ്രോജക്റ്റിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. മീൻസ് ആ സെയിം പ്രോജക്റ്റിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷനും അടിപൊളിയായിട്ടാണ് തോന്നിയത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ മൾട്ടി ഇമേജസ്, അതായത് മൾട്ടിമീഡിയയുടെ ഓപ്ഷനാണ്. കാര്യം കുറേ സമയം നമുക്ക് ലാഭിക്കാം, വെറുതെ സമയം കളയണ്ടല്ലോ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ക്യാമറയുടെ ഓപ്ഷനും കൊള്ളാം. എനിക്ക് ഈ ടൈപ്പോഗ്രഫിയൊക്കെ ചെയ്യാൻ ഭയങ്കര ക്രേസാണ്. എനിക്കറിയത്തില്ല, ചെയ്യാൻ അങ്ങോട്ട് ഒരുപാട് അങ്ങനെ അറിയത്തില്ല, എന്നാലും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ടൈപ്പോഗ്രഫി. അപ്പോൾ ക്യാമറയുടെ ഓപ്ഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ല, മൾട്ടിമീഡിയ ആണ് എനിക്ക് ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ കേസ് അത്രയുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ കേസ് ഞാൻ എൻ്റെ എഡിറ്റിംഗ് ചാനലിൽ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മീൻസ് ചിലപ്പോൾ നാളെ ആവും വീഡിയോ വരുമ്പോൾ, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇൻസ്റ്റയിൽ 3K അടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് അവസാനം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, വീഡിയോ ചിലപ്പോൾ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എന്താണ് വീഡിയോ എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സർപ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പാടില്ല. എൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് വന്ന് ചോദിച്ചു എന്താണ് സർപ്രൈസ് എന്ന്. ഈ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞു കഴിയാൻ നേരത്ത് പിന്നെ എങ്ങനെ സർപ്രൈസ് ആവുന്നത്? കിട്ടിക്കഴിയാൻ നേരത്തല്ലേ സർപ്രൈസ് ആവത്തുള്ളൂ. നിങ്ങളെന്ത് മനുഷ്യരാണ്? അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ